ഹായ് ഓൾ, എവർക്കും എം ഫേവർ ലേണിംഗ് ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ സിപി നൂർദീൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്. മെയ് 24-നാണല്ലോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിലിംസ് എക്സാം. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് കാറ്റഗറിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളിൽ 3,94,000 പേർ ഈ ഒരു പരീക്ഷ എഴുതുന്നതിനായിട്ട് കൺഫർമേഷൻ നൽകിയിട്ടുണ്ട്. ഇതിൽ തന്നെ പരീക്ഷ എഴുതാൻ വരുന്നവർ കൂടിപ്പോയാൽ 70%, അതായത് 2.25 ലക്ഷം ഉദ്യോഗാർത്ഥികൾ മാത്രമായിരിക്കും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുക, ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്, കട്ട് ഓഫ് കുറയുമെന്നുള്ളത്. പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഈ ഒരു പരീക്ഷയെ സീരിയസ് ആയിട്ട് കണ്ട് കൃത്യമായിട്ട് പഠിച്ച് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറഞ്ഞിട്ടില്ല. അത് മനസ്സിലാക്കിയാൽ നല്ലത്. കട്ട് ഓഫ് എന്ന് പറയുന്നത് അങ്ങനെയൊന്നും കുറയത്തില്ല, താഴത്തില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ അവസാന 50 ദിവസം നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യേണ്ട സ്റ്റഡി പ്ലാൻ ദി എം ഫേവർ ലേണിംഗ് ആപ്പിൽ ഏതൊരു ഡിഗ്രി തല പരീക്ഷയും ആയിക്കോട്ടെ, അതിൻ്റെ പ്രാഥമിക പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് 50 ദിവസത്തെ കട്ട് ഓഫ് ബ്രേക്കർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് കഴിഞ്ഞ LSJ സെക്രട്ടറി എക്സാം ആയിക്കോട്ടെ, നമ്മൾ ആ കട്ട് ഓഫ് ബ്രേക്കറിൽ നൽകുന്ന 50 ഹോട്ട് ടോപ്പിക്സ് GK നോട്ട്, കംപ്ലീറ്റ് സിലബസ് അടിച്ചു വാരി എടുത്ത് പഠിക്കാൻ പറ്റുന്ന ഏതൊരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് എന്ന് സ്വയം വിശ്വസിക്കുന്ന തെറ്റിദ്ധരിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ടാവും. ഞാനൊരു ബിലോ ആവറേജ് ആണ്, പഠിക്കാൻ ഇനി പഠിച്ചാൽ കട്ട് ഓഫ് കടക്കാൻ സാധിക്കുമോ എന്നിങ്ങനെ ചിന്തിച്ച് പഠിക്കണോ വേണ്ടയോ എന്ന കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം കയറിപ്പോരെ. 50 ദിവസത്തെ കൃത്യമായ സ്റ്റഡി പ്ലാൻ പ്രകാരം ഞങ്ങൾ നൽകുന്ന നോട്ടുകൾ, ക്ലാസ്സുകൾ, എക്സാംസ് മാത്രം അറ്റൻഡ് ചെയ്തുകൊണ്ട് ഇനിയുള്ള നാൾ പഠിച്ച് നിങ്ങൾക്ക് കട്ട് ഓഫ് കടന്നു മുന്നേറാം. മെയിൻസ് എക്സാമിന് അത് ഉപകരിക്കും. ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള എക്സാം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ പ്രൂഫ് ഉൾപ്പെടെ എല്ലാ എക്സാം കഴിയുമ്പോഴും നമ്മൾ ടെലഗ്രാമിലും വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ നൽകുന്ന ചോദ്യങ്ങൾ മാക്സിമം പരീക്ഷയ്ക്ക് ഉണ്ടാകുമെന്നുള്ള ഉറപ്പും നൽകുന്നുണ്ട്. അത് പരീക്ഷാ ചോദ്യങ്ങളായിട്ട് വന്ന ചരിത്രവുമുണ്ട്. കട്ട് ഓഫ് ഉൾപ്പെടെ കൃത്യമായിട്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് കൊണ്ട് അതിന് അടിസ്ഥാനപ്പെടുത്തി നിങ്ങളെ ആ ലെവലിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും ഈ ഒരു പ്ലാനിലൂടെ. ഓക്കെ, അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഏറ്റവും പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, കഴിഞ്ഞ തവണ ഈ പറയുന്ന മെയിൻ റാങ്ക് ലിസ്റ്റിൽ 125 ഉദ്യോഗാർത്ഥികളാണ് നമ്മുടേത് വന്നിട്ടുള്ളത്. ഇത്തവണ അതിൽ കൂടുതൽ സൃഷ്ടിച്ചെടുക്കണം. ഓക്കെ, എന്തായാലും ഇത്തവണ കുറച്ചധികം വേക്കൻസി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തവണത്തെക്കാളും ഇനി വരാനിരിക്കുന്ന റാങ്ക് ലിസ്റ്റുകാർക്ക് കുറച്ചധികം വേക്കൻസികൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാസ് റിട്ടയർമെന്റ് അത്ര കൂടുതലൊന്നുമല്ല, ഒരു 50 മുതൽ 100 വേക്കൻസി വരെ എന്തായാലും കൂടും. നിലവിലുള്ളതിനേക്കാളും നിലവിലുള്ള ലിസ്റ്റിൽ കിട്ടുന്ന ഉദ്യോഗാർത്ഥികളെക്കാളും ഒരു 50 മുതൽ 100 വേക്കൻസികൾ വരെ എക്സ്ട്രാ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അവസാന ലാപ്പിൽ പഠിച്ചു കയറി പ്രിലിംസ് പാസ്സായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മെയിൻസിന് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകരിക്കപ്പെടും. നമ്മുടെ നോട്ടുകളും ക്ലാസ്സുകളും. ഓക്കെ, നമ്മുടെ നോട്ടുകളുടെ ക്വാളിറ്റി നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാനായിട്ട് എം ഫേവർ കേരള PSC എന്ന ടെലഗ്രാം ചാനൽ നോക്കിയാൽ മാത്രം മതിയാകും. കട്ട് ഓഫ് ഉൾപ്പെടെ കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്ത് അതിനനുസരിച്ച് തന്നെ അതിൻ്റെ മുകളിൽ നിങ്ങളെ ഞങ്ങൾ എത്തിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട. അപ്പോൾ ഇനി പഠിച്ച് കട്ട് ഓഫ് മറികടക്കാമെന്നുള്ള ഒരു ഉറപ്പ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചുമ്മാ അങ്ങ് വന്നിരുന്നാൽ പോരാ, തരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ഓക്കെ, കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ കേരള PSC നടത്തിയിട്ടുള്ള മിക്ക പരീക്ഷകളിൽ നിന്നും സ്റ്റീരിയോ ടൈപ്പിക് ആയിട്ടുള്ള 50 GK ഹോട്ട് ടോപ്പിക്സുകൾ ഇങ്ങനെ എടുത്തുകൊണ്ട് അത് കൃത്യമായിട്ട് പഠിച്ച് പോകുന്നതിനോടൊപ്പം തന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നിവ ബാലൻസ് ചെയ്തുകൊണ്ട് തന്നെ പോകുന്ന ഘട്ടത്തിൽ നിങ്ങൾ ഏതൊരു വേഴ്സ്റ്റ് സിറ്റുവേഷനിലും കട്ട് ഓഫ് കടന്നിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട. ഓക്കെ, ഇതിനായിട്ട് 50 ഡേ സൂപ്പർ മൊഡ്യൂൾ സ്റ്റഡി പ്ലാൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സൂപ്പർ മൊഡ്യൂൾ സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങൾ നോക്കിയേ. സൂപ്പർ മൊഡ്യൂൾ സ്റ്റഡി പ്ലാൻ ഉണ്ട്, ഗ്യാരണ്ടീഡ് എക്സാം ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ തരുന്നതേ പരീക്ഷയ്ക്ക് വരത്തുള്ളൂ എന്നുള്ള 100% ഗ്യാരണ്ടി. അതുപോലെ തന്നെ ലൈവ് അതിൻ്റെ റെക്കോർഡഡ് സെഷൻസ്, പ്രീ റെക്കോർഡിങ്സ്, അതായത് നിങ്ങൾക്ക് ലൈവ് കൃത്യസമയത്ത് കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിൻ്റെ റെക്കോർഡിങ്സ് അവൈലബിൾ ആണ്. ഇഷ്ടമുള്ള സമയത്ത് കണ്ടു പഠിച്ചോളുക. പക്ഷേ പഠിച്ച് തീർത്തിരിക്കണം.
ഡൗൺലോഡബിൾ PDF നോട്ട്സ്, ടെസ്റ്റ് സീരീസ്, അതുപോലെ തന്നെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സ്റ്റേജ് പ്രിലിംസ് എക്സാം വരെ ഉണ്ട്. മാത്രമല്ല KS ഒക്കെ എഴുതുന്ന ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് KS എക്സാം വരേക്കും ഈ പറയുന്ന കോഴ്സിന്റെ വാലിഡിറ്റി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. KSന് നിങ്ങൾക്ക് ഇത് ഉപകരിക്കും. ഓക്കെ, അതുപോലെ തന്നെ 50% ഫീ ഡിസ്കൗണ്ട് ആണ് ആദ്യം ജോയിൻ ചെയ്യുന്ന 1000 സ്റ്റുഡൻസ്. നമ്മുടെ കട്ട് ഓഫ് ബ്രേക്കർ ക്രാഷ് കോഴ്സിലേക്ക് 2500 സ്റ്റുഡൻസ് ആണ് ഒരു ബാച്ചിൽ വരുന്നത്. പക്ഷെ ഇതിപ്പോ ആദ്യം ജോയിൻ ചെയ്യുന്ന 1000 സ്റ്റുഡൻസിന് 50% ഫീ ഡിസ്കൗണ്ട്, അതായത് 5000 രൂപ എന്നുള്ളത് 2500 രൂപ മാത്രം പേ ചെയ്താൽ മതി. അഡ്മിഷനായിട്ട് നമ്മുടെ ഈ പറയുന്ന ഏതെങ്കിലും കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ചുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. ഉടൻ ആരംഭിക്കുന്ന സൂപ്പർ മൊഡ്യൂൾ 50 ഡേ പ്രിലിംസ് ക്രാഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നവർ എന്ത് ചെയ്യണം? ഉടൻ തന്നെ M-Favor ലേണിംഗ് ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് നേരിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്യാം. ഐഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ കെയറിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ, ഈ പറയുന്ന ഗൈഡൻസ്, മോട്ടിവേഷൻ, അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ്മെന്റ്. നമ്മൾ ഈ ചുമ്മാ പഠിച്ചാൽ മാത്രം പോരല്ലോ, ആയത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു മെന്റൽ സ്റ്റെബിലിറ്റി. ഇത് ഒരു മെന്റൽ ഗെയിമാണ്. PSC എന്ന് പറയുന്നത് ഒരു മൈൻഡ് ഗെയിമാണ്. ഏതൊരു എക്സാം ആയിക്കോട്ടെ, PSCയോ UPSCയോ SSC RRBയോ മൈൻഡ് ഗെയിമാണ്. ആ ഒരു ഗെയിമിൽ നിങ്ങൾ വിജയിക്കണമെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ് മാനേജ്മെന്റ് അത് പൂർണ്ണമായിട്ടും നമ്മളിലേക്ക് വിട്ടുവരിക. കൃത്യമായിട്ടുള്ള ഗൈഡൻസ്, മോട്ടിവേഷൻ ഉൾപ്പെടെ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് ബന്ധപ്പെടാൻ നിങ്ങൾ മറക്കരുത്. താങ്ക്